ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കാറിലല്ല പോകുന്നത്. നമ്മൾ ബസ്സിലും ട്രെയിനും പിടിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാണ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബസ് പിടിക്കാം, ബസ് കഴിഞ്ഞ് ട്രെയിൻ പിടിക്കാം. ട്രെയിനിൻ്റെ സമയത്തിനോട് എത്തട്ടെ. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്താണ് നമുക്ക് അവിടെ കാണാമല്ലേ ഗൈസ്? എന്നാൽ പോകല്ലേ? അപ്പോൾ കേസ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ കാലങ്ങളായിട്ടാണ് ബസ് കയറാൻ പോകുന്നത്. കാറിൽ തന്നെ ഇങ്ങനെ പോകുമല്ലോ. ഇത് കുറച്ച് ലോങ് ആയതുകൊണ്ട് മാത്രം ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ കല്യാണ മണ്ഡപമാണ്, സോന മഹൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബസ് അങ്ങനെ കിട്ടി. ബസ് വരുന്നതെന്ന് എടുക്കാൻ നോക്കുമ്പോഴത്തേനും രണ്ട് ചെക്കന്മാരൊന്ന് വർത്താനം പറയുന്നത് സിദ്ദീഖും അതുപോലെ നമ്മുടെ അഫ്സലും വന്നായിരുന്നു. വർത്താനം പറയുന്ന ഇടയ്ക്ക് ബസ് കയറുന്നത് ബസ് വരുന്നത് എടുക്കാനൊക്കെ നല്ല രീതിക്ക് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും നടന്നില്ല. അങ്ങനെ KSRTC ആണ് കിട്ടിയത് ഒറ്റപ്പാലത്തേക്ക് എത്ര രൂപ? ഞാനൊക്കെ പോണ സമയത്ത് 8 രൂപ 5 രൂപ എന്തുണ്ടാകുന്നുള്ളത്. ഇപ്പോൾ 15 രൂപയാണ് കേസ്. അങ്ങനെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ മുഖച്ഛായൊക്കെ ആകെ മാറിയിരിക്കണം. ബസ്സുകളൊക്കെ സെപ്പറേറ്റ് നിർത്താനുള്ള സ്ഥലങ്ങൾ. പണ്ടൊക്കെ വരകി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കുറേ കാലമായിരിക്കണം ഞാൻ ബസ് യാത്രയും സ്റ്റാൻഡൊക്കെ പോയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അടിപൊളിയായിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഒരു റഷില്ലാത്തത്. സമയം ഇപ്പോൾ 7:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ 7:30 മണി ആവുന്നില്ല, 7 മണി ആവത്തുള്ളൂ ഗൈസ്, 7 മണി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ സ്റ്റാൻഡ്. ഇത് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയാൽ നേരെ ഇതിൻ്റെ ബാക്കിൽ തന്നെ വരുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് ഇത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലക്കാർക്കൊക്കെ സുപരിചിതമായ സ്ഥലങ്ങളാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒറ്റപ്പാലം അല്ലാത്തവരായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പം റെയിൽവേ സ്റ്റേഷന് മാറിപ്പോയിക്കും. ഞാൻ വിചാരിച്ചു വേറെ എവിടെയും എത്തിപ്പോയി ഒന്നും കൂടെ ഗൈസ്. റെയിൽവേ സ്റ്റേഷനൊക്കെ ആകെ സെറ്റപ്പായിട്ടൊരു പഴയ ബിൽഡിംഗ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആകെ വെറൈറ്റി സെറ്റപ്പ് അയക്കണം. അങ്ങോട്ട് ഒരു രക്ഷയില്ല. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനൊക്കെ മാറിയിട്ടുണ്ട് കാലങ്ങളായി. ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ നേരെ ഓവർ ബ്രിഡ്ജ് കയറാൻ വേണ്ടി പോയിരുന്നു. സാണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ. എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം മുമ്പാണ് തോന്നുന്നുണ്ട്. സമയം നോക്കൂ, 7-8 ആയിട്ട് വർക്കൗണ്ട് കാണുന്നറിയില്ല. അങ്ങനെ ഓവർ ബ്രിഡ്ജ് കയറി നമ്മൾ അപ്പുറത്താണ് പോകുന്നത്. ഇൻ്റർസിറ്റിക്കാണ് നമ്മൾ പോകുന്നത്. കാലിക്കറ്റിലേക്കാണ് കേസ് നമ്മൾ പോകുന്നത് പറഞ്ഞല്ലോ. കാലിക്കറ്റ് ഒരു ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയി ഇങ്ങനെ കാത്തു കെട്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ അവരുണ്ടായിരുന്നു. അവരും കാലിക്കറ്റിലേക്കായിരുന്നു. അങ്ങനെ കേസ് നമ്മുടെ ട്രെയിൻ ഇൻ്റർസിറ്റി ട്രെയിൻ കയറാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ആ സ്പീഡ് പോകേണ്ട ചോദിച്ചാൽ നിർത്താണ്ട് പോകുമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നിർത്തി എന്തായാലും നമ്മൾ. എന്നിട്ട് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. കാരണം ഒരു കൊച്ചു കുട്ടിയുടെ പാദസരം എന്തോ പൊട്ടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നിന്ന് കയറിയതാണ്. അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലാണ്. പക്ഷേ ഇവിടെ ആരും ഇറങ്ങിയിട്ടുമില്ല. ആ കച്ചും ബഹളം കരച്ചിലും പിഴിച്ചിലൊക്കെ കയറുന്നുണ്ട്. ചേച്ചി അനിയത്തി എന്നൊരു കൊച്ചു കുട്ടിയുടെ അതെന്തായാലും കിട്ടിയില്ല അവർക്ക്. എന്തായാലും അത് കട്ടുകൊണ്ടായാലും കൊണ്ടുപോയത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തത്തെ വ്യൂസൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ. അല്ലെ ഗൈസ്, യാത്രയൊക്കെ ഇങ്ങനെ ലോങ് യാത്രയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സുഖമുള്ള ഏർപ്പാടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സീറ്റൊന്നും കിട്ടിയില്ല വെച്ചെങ്കിലും വെറുപ്പാണ് ആകെ. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. സ്റ്റോപ്പുകൾ കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ മാലൻ്റെ കേസ് അവർ കാലിക്കറ്റ് പരപ്പനങ്ങാടി അവിടെ ഇറങ്ങിപ്പോയി. അപ്പം നീ ഇപ്പം എന്നെ കണ്ടില്ല പിടിച്ചില്ല എന്ന് പറയേണ്ട കേസ് ഞാൻ തന്നെ ഇതിലുണ്ട്. ഇതെൻ്റെ വീഡിയോ, സ്വന്തം വീഡിയോ ആണ്. ഇവിടുന്ന് വലിച്ചിട്ടതല്ലെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇരുന്നത് ഒരു കൊച്ചുകുട്ടി അവിടെ നിൽക്കണ്ടായിരുന്നു. അവൾ കയ്യിൽ തിന്നാനുള്ള സാധനങ്ങൾ ചോദിച്ചപ്പോൾ അവൾ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പെറുക്കി തരുന്നുണ്ട്. നല്ല ക്യൂട്ട് ബേബി. അപ്പോൾ ഇതാ നമ്മൾ കാലിക്കറ്റിലൊക്കെ ഏകദേശം ഇവിടെ എത്താനായിക്കണ്. എന്താ പറയുക, കൊയിലാണ്ടിയൊക്കെ കല്ലാഴിയൊക്കെ കഴിഞ്ഞു. കുറേ പാലങ്ങളും പുഴകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സ്റ്റാൻഡിങ് ആയിരുന്നു. എനിക്ക് തിരിഞ്ഞിരിക്കുന്ന ട്രെയിൻ തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതും എടുക്കാൻ കിട്ടുപോയി. കാരണം അവരോട് സംസാരിച്ച് പോയിട്ട് ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് അപ്പുറത്തൊരു ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ഒരു തിയേറ്റർ കണ്ടപ്പോൾ എന്താ അപ്സര തിയേറ്ററാണിത്. തിയേറ്റർ കഴിഞ്ഞു. ഇതാണ് പാളയം ബസ് സ്റ്റാൻഡ്. ഇത് ഇവിടെ ഒരുപാട് പാളയം മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അതിൽ മറ്റേ മോഹൻലാലിൻ്റെയും മമ്മൂട്ടീൻ്റെയും എല്ലാം പടങ്ങളൊക്കെ അഭിനയത്തിൻ്റെ പേരിലേ കണ്ടുള്ളൂ. പക്ഷേ മാർക്കറ്റ് അതാണ് യഥാർത്ഥത്തിലുള്ള ഈ പാളയം മാർക്കറ്റ്. ഒരു വലിയ മാർക്കറ്റ് സംഭവം തന്നെയായിരുന്നു. ബസ്സിൽ കയറിയിരുന്നു. ഇവിടെയൊക്കെ ടപ്പിൻ്റെ മുകളിലും ടേപ്പിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ആർക്കും അത്ര പണിയൊന്നും ആയിട്ടില്ല, സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ സ്ഥലം എവിടെയാണെന്നുള്ളതിൻ്റെ വീഡിയോയുടെ പിന്നാലെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ യാത്ര തുടങ്ങി പാളയം മാർക്കറ്റിലൂടെ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ബസ് യാത്ര കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അങ്ങനെ സീറ്റ് കിട്ടി ഇരുന്നിട്ട് പോകുന്നത്.
ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബസ്സിലൊക്കെ അധികം യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് കയറുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഇനി എന്നെ കണ്ടില്ല ബസ്സിലൊന്നും കൂടി എന്ന് പറയേണ്ട, ബസ്സിൽ നിന്ന് ഞാനങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏതോ റോഡിൻ്റെ പേര് തലതിരിഞ്ഞൊരു ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് കാണുമ്പോൾ ഇവിടെ ഭയങ്കര സങ്കടമാണ്. കാരണം ഒത്തിരി ആൾക്കാർ പല അസുഖങ്ങൾ കൊണ്ടും അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും അസുഖമൊക്കെ പഠിച്ചോമയെ മാറ്റി കൊടുക്കട്ടെ എന്തായാലും. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. 1 കിലോമീറ്റർ നടക്കാണ്ട് വന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല. ഈ കാറിലൊക്കെ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര മടിയായിക്കുന്നു ഇപ്പം നടക്കാനും ഇതാക്കാനൊക്കെ. അങ്ങനെ ഫൈനലി ഓട്ടോറിക്ഷയിലും കയറി. ഓട്ടോറിക്ഷ നേരെ ഇവിടെ ചെന്നെത്തി എന്നുള്ളത് ഗൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണാമായിരിക്കും. അപ്പം നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ട് അതിമനോഹരമായ സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ എവിടെയല്ല പോയത്, അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ CM മക്കാമിൽക്ക പോയത് മടവൂര്. അതിൻ്റെ അടുത്തായിരുന്നു നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ പള്ളി വരെ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കയറി ദ്വാരന്നിട്ട് ഇറങ്ങി. CM വലിയുള്ളായി മക്കാമാണിത്, മടവൂര്. CM വലിയുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ അദ്ദേഹത്തിൻ്റെ ഭയങ്കര തിരക്കുണ്ട് അവിടെ. അവിടുന്ന് കാസർഗോഡത്തെങ്കിലും കന്നഡത്തിലേക്ക് എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ കന്നഡത്തിൽ നിന്നൊക്കെ ആൾക്കാർ CM ഷെരീഫ് മഖാം, നല്ല തിരക്കുണ്ട്. അങ്ങനെ അവിടുന്ന് ലഹർ നിസ്കരിച്ചിട്ട് മെല്ലെ അവിടുന്ന് പോന്നു. ലഹർ ബാങ്ക് കൊടുത്തപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങിയ ഓട്ടോയിൽ, അങ്ങനെ നമ്മൾ ബസ് കയറണമെങ്കിൽ ഓട്ടോയിൽ പോകണം. 1 കിലോമീറ്റർ അങ്ങോട്ടുണ്ട് മെയിൻ റോഡിലേക്ക്. അപ്പോൾ പോകുന്നിടത്തുള്ള കടകളും കാര്യങ്ങളും ലോഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ പോകും. ബിക്കോസ് അവിടെ വരുന്നത് മിക്കതും ദൂരത്തുനിന്ന് ആൾക്കാർ. പിന്നെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് കയറിയിരിക്കുന്നത് ഗൈസ്. ഈ ഭക്ഷണം കണ്ടിട്ട് ഏതാണ് എവിടെ നിന്നാണെന്നൊന്ന് പറഞ്ഞു തന്നെയായിരിക്കും. നമ്മുടെ വക ഒരു ബിരിയാണി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏതാണ് കട എവിടെ നിന്നുള്ളത് കോഴിക്കോടാണ്, പക്ഷേ ഏതാണ് കട എന്നുള്ളതാണ് ഫേമസ് ബിരിയാണിക്ക് ഫേമസ് ആയിട്ട് ഒരു കട തന്നെയാണ് കഴിച്ചത്. നല്ല ബീഫ് ബിരിയാണിയും അതുപോലെ അതിൻ്റെ റേറ്റ് നമുക്കിവിടെ കിട്ടുന്ന പോലത്തെ അല്ല, അവിടെ സുർക്കയിട്ടത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത്. എനിക്ക് തൈരിലിട്ട ആ ഒരു കച്ചമ്പറും ഇതിന് പറയാം ചള്ളാസ അങ്ങനെ എന്താ പറയും, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അവിടെ നിന്ന് നേരെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് എങ്ങോട്ടാണെന്ന് അറിയാം, റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒറ്റപ്പാലത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു കോഴിക്കോട്ട് നിന്ന്. അപ്പോൾ അതാ ട്രെയിനും കയറി, ട്രെയിനും കിട്ടി, ടിക്കറ്റ് കൊടുത്ത് 5 മിനിറ്റ് കൊണ്ട് ട്രെയിനും വന്ന് നേരെ നമ്മൾ ഒറ്റപ്പാലത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് വിശേഷങ്ങളും കോഴിക്കോട് പോയതുകൊണ്ട് നമുക്ക് മക്കാമിലൊക്കെ ഒന്ന് പോകാൻ പറ്റി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.